നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. അശ്വതി മുതൽ പൂരിട്ടാതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ അതിന്റെ തുടർച്ചയാണ്. ഇപ്പോൾ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവത്തെ ഒന്ന് അവലോകനം ചെയ്യാം. വക്താ സുഖി പ്രജാവാൻ ജിതശത്രു ധാർമ്മികോ വിനീതശ്ച ലുബ്ധോ ഭോഗി ഗുണവാൻ ശാസ്ത്രജ്ഞസ്യാദ് ദ്വിതീയ ഭദ്രാക്ഷേ എന്നാണ്. അതായത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ലവണ്ണം സംസാരിക്കുന്നവരായിട്ടും സുഖവും നല്ല സന്താനപ്രാപ്തിയുള്ളവരായിട്ടും ശത്രുക്കളെ ജയിക്കുന്നവരായിട്ടും ധർമ്മിഷ്ഠരായിട്ടും നല്ല വിനയമുള്ളവരായിട്ടും പിശുക്കും ഭോഗസുഖവും നല്ല ഗുണങ്ങളും ശാസ്ത്ര വിഷയത്തിൽ അറിവുള്ളവരായും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1201 എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഉത്രട്ടാതി നക്ഷത്രം മീനക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്. ജന്മരാശിയിൽ ശനിയുണ്ട്, 12-ൽ രാഹുവും 6-ൽ കേതുവും വ്യാഴം 4-ലും 5-ലും ഒക്കെ ആയിട്ട് സഞ്ചരിക്കുന്നു. ജന്മശനിക്കാലമാണ് എന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർ എല്ലായ്പ്പോഴും ഓർമ്മയിൽ വെക്കുക. തടസ്സങ്ങളൊക്കെ സഹജമായി അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. സ്വശക്തിയൊക്കെ ദുർബലപ്പെടാം. അകാരണമായിട്ടുള്ള ഭയങ്ങൾ പിടിപെടാനും സാഹചര്യമുണ്ട്. ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒഴിവുകഴിവ് പറയാനുള്ള സഹജ സ്വഭാവവും ഈ സമയത്തുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വലിയ മുതൽ മുടക്കുകൾക്ക് ഈ സമയം മുതിരാതിരിക്കുക. ഗാർഹിക അന്തരീക്ഷം പൊതുവെ മെച്ചപ്പെടുന്ന സമയമാണ്. കുടുംബാംഗങ്ങൾക്ക് പൊതുവെ നല്ല ക്ഷേമ ഐശ്വര്യങ്ങൾ വന്നെത്താം. മക്കളുടെ പഠിപ്പ് ഒക്കെ നല്ല അഭിവൃദ്ധി പ്രാപിക്കാം. ജോലിക്കായിട്ടുള്ള പരിശ്രമങ്ങളും പൊതുവെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വിജയം കൈവരിക്കുന്നതാണ്. രോഗികളായിട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആരോഗ്യത്തിനായിട്ട് തുടർ ചികിത്സ ആവശ്യമായി വന്നേക്കാം. 12-ലെ രാഹു ചെലവുകൾ ഉയർത്തുന്നതാണ്. പാഴ്ചിലവുകളൊക്കെ നിയന്ത്രിക്കേണ്ടതായിട്ടും വന്നേക്കാം. പ്രവാസ ജീവിതം, അതായത് വിദേശ ജോലിക്കൊക്കെയുള്ള അനുകൂല സാഹചര്യങ്ങളും വന്നു ചേരാം. എന്നാൽ പ്രണയ ജീവിതം ഒക്കെ പ്രതിസന്ധി ഘട്ടത്തിലെത്തും. വീട് പണിയൊക്കെ ആരംഭിച്ചിട്ടുള്ളവർക്ക് അതൊക്കെ ഇഴഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. തടസ്സം കുറച്ചുനാൾ കൂടി തുടരുന്നതാണ്. ജന്മശനിക്കാലമാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി കാര്യങ്ങളെ അവലോകിക്കുക, കഠിന പരിശ്രമം നടത്തുക, വിജയങ്ങൾ നേടാനാകും. ഉത്രട്ടാതി നക്ഷത്രം അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഉത്രട്ടാതി നക്ഷത്രത്തെ കുറിച്ച് 2 ഭാഗങ്ങളിലായിട്ട് വളരെ നല്ല അറിവ്, സമ്പൂർണ്ണ അറിവ് നിങ്ങൾക്കായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് രേവതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.